അങ്ങനെ കൊണ്ടോട്ടി നേർച്ചയുടെ വരവൊക്കെ കണ്ട് ഞാനിതാ നേരെ എത്തിയത് 1814 പണി കഴിപ്പിച്ച ഗുബയുടെ അടുത്തേക്കാട്ടോ. അപ്പോൾ ഗുബയുടെ വരാന്തയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതിനകത്താണ് തങ്ങളുടെ മക്ബറ ഉള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഗുബ കാണാൻ നല്ല മനോഹരമാണ് കേട്ടോ. അതിൻ്റെ പുറത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അതും നല്ല ഭംഗിയാണ്. കൂടാതെ തന്നെ ഇതിൻ്റെ ഈ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ ഞാൻ വീഡിയോ എടുത്തില്ല. കാരണം അവിടെ മക്ബറ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ പോയി വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് വന്നിട്ട് പുറത്ത് ഇതിൻ്റെ വരാന്തയിൽ, ഇതിൻ്റെ 4 ഭാഗത്തും ഒരു വരാന്ത ഉണ്ട്. ആ വരാന്തയിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത്. അപ്പോൾ ഈ വരാന്തയിൽ നിന്ന് നമ്മളിപ്പോൾ ഇതിങ്ങനെ എടുക്കുന്ന സമയത്ത് ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഒരു എത്ര നൂറ്റാണ്ടുകൾ വേണമെങ്കിലും നിലക്കുന്ന രൂപത്തിലാണ് ഈ ഒരു ഗുബ ഉള്ളത്. അല്ലെങ്കിൽ യാമനാൾ വരെ നിലനിൽക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഗുബ ഉള്ളത് കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ സീലിംഗ് ഒക്കെ കണ്ടെങ്കിൽ ഫുള്ള് എന്താ പറയുക, കരിങ്കല്ല് കൊണ്ട് തന്നെയാണ് ഇതിൽ സീലിംഗ് ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അല്ലാതെ അത് കോൺക്രീറ്റ് ഒന്നുമില്ല കേട്ടോ. കോൺക്രീറ്റിൻ്റെ ഒരു സംഭവങ്ങൾ ഇതുമേലില്ല. മുഴുവനും ഈ കരിങ്കല്ല് കൊണ്ട് തന്നെയാണ് ഈ ഗുബ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വിൻഡോകളും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ കൂടാതെ തന്നെ ഇതിൻ്റെ വിൻഡോയിൽ വരുന്ന ആർച്ചുകളൊക്കെ ഭംഗി കണ്ടങ്ങൾ. കൂടാതെ തന്നെ ഇതിൻ്റെ ഈ ഫില്ലറൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 2 ആളെ ഹൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വീതിയൊക്കെ ഉള്ളൊരു ഫില്ലറുകളാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഇതിവിടെ എടുത്ത് കൊണ്ടുവന്ന് ഇത് ഇവിടെ ഉണ്ടാക്കിയതെന്ന് ഇപ്പം നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇത്രയും വെയിറ്റുള്ള സാധനമൊക്കെ എടുത്ത് പൊക്കി വെക്കണ്ടേ. എന്നല്ലാതെ അത് കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതല്ലല്ലോ, കരിങ്കല്ലാണ്. അതിൻ്റെ ജോയിൻറ്റുകൾ കണ്ടാൽ മുകൾ ഭാഗത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ രൂപം ഉള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും കാണാൻ നല്ല മനോഹരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര കാലം വേണമെങ്കിലും നിലനിൽക്കുന്ന രൂപത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്.